പെപ്പർ ചിക്കന് കറുവപ്പട്ട, പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഗ്രാമ്പു, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, സവോള, ചിക്കൻ. എണ്ണ ചൂടായ ശേഷം കറുവപ്പട്ട, ഗ്രാമ്പു, മറ്റേ ഇല ഇതെല്ലാം ഇട്ടിട്ട് നല്ലോണം പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇടുക. ഇഞ്ചി ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ട് സവോള നേർങ്ങനെ മുറിച്ചിട്ട് അതും ഇട്ട്, സവോള വേണേൽ സ്ക്വയറിൽ മുറിക്കാം കേട്ടോ. അതിന് ശേഷം കുറച്ച് പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴലണം കേട്ടോ. അതിന് ശേഷം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഉപ്പിടുക. അന്നേരം വഴണ്ട് വേഗം വരും. അറിയാമല്ലോ, അതെല്ലാവർക്കും അറിയാമായിരിക്കും. അതിന് ശേഷം നമ്മളിവിടെ ജീരകവും പെരുംജീരകവും കൂടിയിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ വഴണ്ടയിലേക്ക് പൊടികളിടാം. കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്ര പോരെ ഇട്ട്, മുളക് പൊടി കുറച്ച് മതി. ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കുരുമുളകാണ്, കാര്യം പെപ്പർ ചിക്കൻ ആണല്ലോ. അപ്പം അതിന് ശേഷം കുരുമുളകെല്ലാം ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. അതിൻ്റെ പച്ചമണം മാറണം കേട്ടോ പൊടികളൊക്കെ. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിടും. ആദ്യം കുറച്ചിട്ടിട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം ബാക്കിയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ബാക്കി ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട്, നല്ലോണം വഴറ്റിയെടുക്കുക. കണ്ട, അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ ഇപ്പോൾ കുറച്ച് ഗ്രേവിയും കൂടി വേണ്ടതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചാൽ, അല്ലാണ്ട് ചിക്കൻ്റെ വെള്ളം തന്നെ ഉണ്ടാവും വേവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ശേഷം ഇതൊക്കെ തിളച്ചു. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ജീരകവും പെരുംജീരകവും ഇടുക. പിന്നെ കുറച്ചുകൂടി കുരുമുളക് ഇടുക. ഇതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ട കുരുമുളകാണല്ലോ. അപ്പോൾ കുരുമുളക് ഞാൻ കുറച്ച് നല്ലോണം ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങളനുസരിച്ച് ഇടുക കേട്ടോ. അതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ച് തിളച്ചു. നല്ലോണം വേവട്ടെ. ചിക്കന് നല്ലോണം വേവ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടി വേവട്ടെ. അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. വേറെ വറുത്തിടാനൊന്നുമില്ല കേട്ടോ. ഇത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നല്ല മണമായിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് തുറക്കുമ്പോൾ എന്താ മണമെന്നറിയോ, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. കുരുമുളകാണ് നല്ല ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ പെപ്പർ ചിക്കൻ.